നിങ്ങൾ ഓരോ നിമിഷവും നൗൺസ് ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് തന്നെ അറിയാതെ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നൗൺസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്തു ചെയ്യും? നൗൺ എന്നത് ഒരു പേഴ്സൺ, പ്ലേസ്, തിങ് അല്ലെങ്കിൽ ഐഡിയയുടെ പേരാണ്. ഇത് നമ്മൾ ചുറ്റുമുള്ള എല്ലാം തിരിച്ചറിയാൻ സഹായിക്കുന്നു. നിങ്ങൾ ബോയ്, ടീച്ചർ അല്ലെങ്കിൽ ഡോഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നൗൺസ് ഉപയോഗിക്കുന്നു. ഇവ നിങ്ങൾക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ നൗൺസ് ഫിസിക്കൽ കാര്യങ്ങൾ മാത്രമല്ല. സിറ്റി, സ്കൂൾ അല്ലെങ്കിൽ കേരള പോലുള്ള പ്ലേസസും നൗൺസാണ്. നിങ്ങൾ അറിയേണ്ട രണ്ട് പ്രധാന ടൈപ്സ് നൗൺസ് ഉണ്ട്: കോമൺ നൗൺസും പ്രോപ്പർ നൗൺസും. കോമൺ നൗൺസ് എന്നത് ബോയ്, സിറ്റി അല്ലെങ്കിൽ ബുക്ക് പോലുള്ള ജനറൽ പേരുകളാണ്. ഇവ സ്പെസിഫിക് അല്ല. പ്രോപ്പർ നൗൺസ് എന്നത് രാഹുൽ, ഇന്ത്യ അല്ലെങ്കിൽ ഡൽഹി പോലുള്ള സ്പെഷ്യൽ പേരുകളാണ്. ഇവ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് തുടങ്ങും. നൗൺസ് ഐഡിയാസ് അല്ലെങ്കിൽ ഫീലിംഗ്സായും വരാം. ഹാപ്പിനെസ്, ലവ് പോലുള്ള വാക്കുകളും നൗൺസാണ്. നിങ്ങൾക്ക് പേരിടാൻ കഴിയുന്ന എല്ലാം നൗണാണ്. നിങ്ങളുടെ ഫോൺ മുതൽ നിങ്ങളുടെ ഇമോഷൻസ് വരെ എല്ലാനും പേരുണ്ട്. ഇന്ന് നൗൺസ് ആപ്സിലും ടെക്നോളജിയിലും എല്ലായിടത്തുമുണ്ട്. നിങ്ങളുടെ കോൺടാക്ട്സ് ലിസ്റ്റ് പോലും നൗൺസ് കൊണ്ട് നിറഞ്ഞതാണ്. വോയിസ് അസിസ്റ്റൻസ് മുതൽ സെർച്ച് എഞ്ചിൻസ് വരെ നൗൺസ് സിസ്റ്റംസിനെ നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നൗൺസ് ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ തകരും. ഇങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് ബേസിക്സ് പഠിക്കണോ? ടോപ്പ് ട്യൂഷനിൽ ജോയിൻ ചെയ്യൂ.